നിങ്ങൾക്ക് ഒരു ആശ്വാസമായി ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഒരു വാക്കാൽ അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് വിടാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവിൽ നിന്ന് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക് വരുമ്പോൾ പിണറായി വിജയന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റായി വി ഡി സതീശൻ മാറുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ പോകാൻ സാധിക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പൂഴ്ത്തിവെച്ച മുഴുവൻ പോസ്റ്റുകളും ഞങ്ങൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും. എന്തേ 2 മാസക്കാലമായി എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? വി ഡി സതീശൻ മറുപടി പറയണം. റാങ്ക് ലിസ്റ്റിൽ മാന്യമായി കയറിയിട്ട് അവർ വന്നിട്ട് നിങ്ങളുടെ തിണ്ണെ നിരങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി ഈ കേരളത്തിനകത്ത് അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും യുവജന സംഘടനകൾ നട്ടല് തരാതരം പോലെ പണയം വയ്ക്കും. SIT മുന്നിൽ 90 പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പരാതി കൊടുത്തിരിക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം ചർച്ച ചെയ്തു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള സമരം. അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു. കേന്ദ്ര സർക്കാരും അത് അംഗീകരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ആ സമരം രാജ്യ തലസ്ഥാനത്ത് അത്തരത്തിൽ ശക്തമായി നടക്കുമ്പോൾ കേരളത്തിൽ വലിയൊരു ക്രമക്കേട് നടന്നു. PSC പരീക്ഷാ ക്രമക്കേട്. ആ ക്രമക്കേട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണോ, അതോ പേരിന് വേണ്ടി മാത്രമുള്ള ചില പ്രസ്താവനകളിൽ ഒതുക്കുകയാണോ അവരുടെ എതിർപ്പുകൾ? ഇപ്പോൾ പിണറായി വിജയൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ PSCയുടെ വിശ്വാസ്യതയെ തകർക്കുമെന്നും PSC നടത്തുന്ന സമരത്തെ നമ്മൾ വിശ്വസിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യവും അറിയുന്നുണ്ട്. സൈബർ സഖാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് PSCയെ പ്രതിരോധിക്കുവാൻ, PSCയെ എതിർക്കുന്നവർക്കെതിരെ ആക്രമണം നടത്തുവാൻ എന്നും കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നു? തങ്ങളുടെ വീഴ്ചകൾ മറയ്ക്കുവാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ശൈലി ഇനിയും അവസാനിപ്പിച്ചിട്ടില്ലേ CPM? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് BJP വക്താവ് ശ്രീ നന്ദു. നമസ്കാരം നന്ദു, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PSCയുടെ ക്രമക്കേട്. PSCയിൽ വളരെ വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ ഉയരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. PSC ക്രമക്കേടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള നടപടികൾക്കൊക്കെ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്? കേരളത്തിലെ PSC വിഷയം എന്ന് പറയുന്നത് കേവലമായൊരു രാഷ്ട്രീയ വിഷയമല്ല. കേരളത്തിലെ PSC വിഷയം കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പ്രശ്നമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം കൊടുത്ത് അവർ പ്രിപ്പയർ ചെയ്യുന്ന അടുത്തൊരു മത്സര പരീക്ഷ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PSC പരീക്ഷയാണ്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ ജീവിതത്തിൻ്റെ തന്നെ വിലയുള്ള പരീക്ഷകളാണ് അവർ എഴുതുന്നത്. പക്ഷെ അത്ര ഗൗരവത്തിലാണോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സർക്കാരുകൾ അതിനെ പരിഗണിച്ചത് എന്ന ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ വിഷമത്തോടു കൂടി നമുക്കത് പറയേണ്ടി വരും. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു 2000 കഴിഞ്ഞതിന് ശേഷമുള്ള ഈ 2010 ശേഷം ഞങ്ങളൊക്കെ യുവജന സംഘടനാ രംഗത്ത് വരുമ്പോൾ ഏറ്റവും അധികം സമരങ്ങൾക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിച്ചു പോകുന്നതോ അല്ലെങ്കിൽ ഏറ്റവും അധികം സമരങ്ങൾ ഞങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നതോ ആയിട്ടുള്ള സമരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ജോലി ലഭിക്കാതെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ്. അപ്പോൾ അത്തരം സമരങ്ങൾ എന്തുകൊണ്ട് കേരളത്തിനകത്ത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ വേക്കൻസികൾ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ താൽക്കാലികമായി സർക്കാർ സർവീസുകളിലകത്ത് കയറിപ്പെട്ടത് ഏതാണ്ട് 1.5 ലക്ഷത്തിന് പുറത്ത് ആളുകളാണ്. അപ്പോൾ 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കേണ്ട വേക്കൻസി പിൻവാതിലിലൂടെ പാർട്ടിക്കാർക്ക് കയറ്റിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കാരെ കയറ്റിക്കൊണ്ട് ആ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളുടെ കടക്കിൽ കത്തിവെച്ചത് ആരാണ്? കേരളത്തിലെ സർക്കാരുകളാണ്. അത് ഇടത് വലതു മുന്നണികൾക്ക് ഒരുപോലെ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന് കീഴിൽ സമാനതകളില്ലാത്ത യുവജന വഞ്ചനയാണ് കേരളത്തിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ഏറ്റവും അധികം അവർ ടൂളായി ഉപയോഗിച്ചത് PSCയെ ഒരു നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് വേക്കൻസികൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ വേക്കൻസികൾ പൂഴ്ത്തി വെച്ചുകൊണ്ട് അനധികൃതമായിട്ടുള്ള ഒരു നിയമന നിരോധനം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുകയും അതിൻവഴി നിരവധിയായിട്ടുള്ള യുവാക്കളുടെ അവസരങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പക്ഷെ അവിടെ നിന്ന് വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ യുവാക്കളുടെ കൂടെയായിരുന്നു എന്ന് പറയുമ്പോഴും യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമരം നയിച്ചു, യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായി ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സമയത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ വലിയ സമരം നടക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടി, ഒരു അമ്മ
രണ്ട് കുട്ടികളുടെ അമ്മ ഒരു ജീവന് വേണ്ടിയിട്ട് മല്ലടിച്ചുകൊണ്ട് നിരാഹാര സത്യാഗ്രഹം നടത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ കേരളത്തിനകത്തുള്ളൊരു വളരെ വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, നന്നായി പഠിക്കണമെന്ന് മാത്രമല്ല, നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം പോരാ, മത്സര പരീക്ഷയിൽ ഒന്നാമതെത്തിയാൽ മാത്രം പോരാ, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് മുട്ടിലഴയാനും അതുപോലെ തന്നെ മണ്ണുവാരി തിന്നാനും മുടി മുറിക്കാനും പുല്ല് തിന്നാനും അതിനോടെല്ലാം അപ്പുറത്ത് സ്വന്തം ജീവൻ തന്നെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അധികാരികളുടെ ഹുങ്കിന് മുന്നിൽ വച്ചാൽ മാത്രമാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് കേരളത്തിൽ PSC വഴി തൊഴിൽ ലഭിക്കുക എന്നുള്ള അവസരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ PSCയെ മാറ്റിയത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട്, യുവജന സമൂഹത്തോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ആ വിഷയത്തെ കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ എത്രത്തോളം ശക്തമായ സമരമാണ് നടന്നത്. ആ സമരം നടന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. നമുക്കറിയാം, പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെ സമരമാണെങ്കിൽ തന്നെയും, ഫയർഫോഴ്സിൽ കയറി പറ്റാനുള്ളവരുടെ സമരമാണെങ്കിൽ തന്നെയും ഒക്കെ, ആശാസമരം മറ്റൊരു വിഷയമാണ്. എങ്കിൽ തന്നെയും ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെ സമരം അവർ കരഞ്ഞ് സമരം ചെയ്യുകയാണ് ചെയ്തത്. ആ സെക്രട്ടേറിയറ്റ് പടിക്കൽ അവർ മുട്ടിൽ നിന്നു, ഉപ്പിൽ നിന്നു, അവർ ശയനപ്രദക്ഷിണം നടത്തി. എന്നിട്ട് പോലും ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ചെയ്താൽ, നേരത്തെ നന്ദു പറഞ്ഞതുപോലെ, ഈ പിൻവാതിൽ നിയമനങ്ങൾക്ക് പൂട്ടിടേണ്ടി വരും ഇവരെ നിയമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കാണാതെ വരുമ്പോൾ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രതികരണ ശേഷിയാണ് അവർ പ്രകടിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സമരങ്ങൾ അത് ഇനി അവരുടെ സമരം ഏത് തരത്തിൽ പോകണം എന്നാണ് അവർ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റിൽ വന്നു, സമരം ചെയ്യുന്നു, അതിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിലൂടെ നിയമനം കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഈ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? അല്ല, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഒന്ന്, ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി വന്ന ശേഷം VD സതീശൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായത്. VD സതീശൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ആയതല്ല. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് കേരളത്തിലെ യുവാക്കളടക്കം ഈ പറഞ്ഞ കഴിഞ്ഞ 10 വർഷത്തെ യുവജന വഞ്ചനയ്ക്കെതിരായിട്ടുള്ളൊരു ആ രോഷം പ്രകടിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് UDF ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. അവിടെ ആ രോഷത്തെ എൻകേഷ് ചെയ്യാൻ എല്ലായ്പ്പോഴും ശ്രമിച്ച ആളാണ് VD സതീശൻ. അത് നിങ്ങൾ ആശാസമരത്തിൽ കണ്ടോളൂ, ഏത് സമരത്തിൽ നിങ്ങൾ കണ്ടാലും VD സതീശൻ വരുന്നതും ഒരു ഡയലോഗുമായിട്ടാണ്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരും, അന്ന് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെയെല്ലാം ഞങ്ങൾ അനുഭാവപൂർണ്ണം പരിഗണിക്കും. ഞാനൊരു ചർച്ചയിൽ ഒരു ഉദ്യോഗാർത്ഥിയുമായിട്ട് ഒരു ചാനൽ ഫ്ലോറിൽ ചർച്ചയിലിരിക്കുമ്പോൾ ആ ഉദ്യോഗാർത്ഥി വളരെ വിഷമത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, VD സതീശൻ ഒരിക്കൽ പോലും, അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയതിന് ശേഷം അവർ 2 മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും PA നേരിട്ട് പോയി കണ്ടു. അവരോട് പറഞ്ഞത്, മന്ത്രി തിരക്കിലാണെന്ന് പറയുമ്പോൾ അവരോട് ഇവർ ആശ്വസിപ്പിക്കുന്നതിന് പകരം പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോ, 2-2.5 മാസം കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ചെയ്യും എന്നുള്ള നിലയിലാണ്, ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് അവർ പറയുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി അവർ നേരിട്ട് കണ്ടു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിന് ശേഷം അവർ ഈ വിഷയം ഒന്നുകൂടി ആവർത്തിച്ചു. ഒരു വാക്കാലൊരു ഉറപ്പ്, 2 മാസം കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ എന്ന് ഒന്ന് പരിശോധിക്കണം, 2 മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്ന് പറയുമ്പോൾ ഇവർ അങ്ങോട്ട് ചോദിക്കുന്നത്, വാക്കാൽ ഉറപ്പെങ്കിലും താങ്കൾ തരുമെങ്കിൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഒന്ന് നോക്കൂ, ഒരു വാക്കാലൊരു ഉറപ്പ് പോലും ഈ പറഞ്ഞ അധികാരത്തിന്റെ ആ പടവുകൾ കയറാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ സമരപ്പന്തലുകളിൽ ചെന്നിരുന്ന് ഇവരെയൊക്കെ ആശ്വസിപ്പിക്കുന്നത് പോലെ അഭിനയിച്ച്, അവർക്കിടയിൽ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് ഒരു ആശ്വാസമായി ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ VD സതീശൻ ഒരു വാക്കാൽ അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് വിടാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവിൽ നിന്ന് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക് വരുമ്പോൾ പിണറായി വിജയന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റായി VD സതീശൻ മാറുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ പോകാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം. 2, യുവജന സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട സമരങ്ങൾ എൻ്റെ ഹൃദയത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ച 2 സമരങ്ങൾ ഞാൻ താങ്കളുടെ മുൻപാകെ വയ്ക്കും. ഒന്ന്, 2016 റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു കത്തിക്കുത്ത് വിഷയം നടക്കുമ്പോൾ നസീമിനും ശിവരഞ്ജിത്തിനും വേണ്ടിയിട്ട് CPM ആ CPO റാങ്ക് ലിസ്റ്റ് പിടിച്ചു വെക്കുമ്പോൾ, സത്യത്തിൽ നമ്മൾ കാണേണ്ടത്, കോവിഡ് കാലത്ത് ഇവർ സമരവുമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരികയാണ്. അവരവരുടെ ജീവൻ തന്നെ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോവിഡ് സമയത്ത് അവരിവിടെ വരുമ്പോൾ, സത്യത്തിൽ അവരെ അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് പേർക്കട സ്റ്റേഷനിൽ നിന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാൻ പോയ ഒരു പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായി അതിൽ പറഞ്ഞ പല ആളുകളും എന്നോട് സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, അതായത് റാങ്ക് ലിസ്റ്റിൽ ഒരു 100-200 റാങ്ക് ലിസ്റ്റിനകത്ത് വന്നപ്പോൾ അതിന്റെ പേരിൽ കല്യാണം കഴിച്ചവരുണ്ട് അതിനകത്ത്. കാരണം ഉറപ്പായും ആ ജോലി കിട്ടും, 100-200 എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഉറപ്പായും കിട്ടും എന്ന പ്രതീക്ഷയിൽ കല്യാണം കഴിച്ചവരുണ്ട്. അതുപോലെ തന്നെ സഹോദരിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് വാക്ക് കൊടുത്തവരുണ്ട്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ കല്യാണം നടത്താൻ സാധിക്കും. മക്കളുടെ
ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഠന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. അങ്ങനെ വീട് വെക്കാൻ സ്വപ്നം കണ്ടവരുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ചികിത്സ നടത്താമെന്ന് സ്വപ്നം കണ്ടവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുടെ സ്വപ്നത്തിന്റെ കടക്കിലാണ് അന്ന് ഇടതുപക്ഷ സർക്കാർ കൈവച്ചത്. കാരണം നസീമിനെയും ശിവരഞ്ജിത്തിനെയും അവർക്ക് നിയമിക്കാൻ സാധിച്ചില്ല. അവർ ഇത്രയധികം ആധുനികമായി കോപ്പി അടിക്കാൻ പഠിപ്പിച്ചിട്ടും അവരുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ അധികാര സൗഭാഗ്യങ്ങളും അവർക്ക് കൊടുത്തിട്ടും അവരെ ഞങ്ങൾക്ക് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് വൈരാഗ്യപൂർവ്വം ആ റാങ്ക് ലിസ്റ്റിനോട് അവർ പെരുമാറിയത് നമ്മളെല്ലാം കൊണ്ട്. രണ്ടാമത്തെ കാര്യം, കുറച്ച് നാളുകൾക്ക് മുന്നേ, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ നമ്മൾ കണ്ട വിദ്യാർത്ഥികളായിട്ടുള്ള സഹോദരിമാർ നടത്തിയിട്ടുള്ള ഒരു സമരമാണ്. അവർ അഡ്വൈസ് മെമ്മോ ആ സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ വെച്ച് കത്തിക്കുമ്പോൾ അതിലൊരു ചേച്ചി, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എന്നതിനകത്ത് പറഞ്ഞു, പിണറായി സഖാവേ നിങ്ങൾ ഇനി സുഖമായി ഉറങ്ങിക്കോ, ഞങ്ങൾ പോവുകയാണ്. എവിടെ? തെണ്ടാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഉദ്യോഗാർത്ഥികൾ ആ അഡ്വൈസ് മെമ്മോ കത്തിക്കുന്ന രംഗം, ഈ രണ്ട് രംഗവും കേരളത്തിലെ ഏതൊരു മനസാക്ഷിയുള്ള പൊതുപ്രവർത്തകന്റെ ഹൃദയത്തെ തൊടുന്ന രംഗമാണ്. പക്ഷെ എന്നിട്ട് പോലും അവർക്ക്, നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ഒരു സാഹചര്യത്തിനകത്ത് ഇത്രയേറെ അവസരങ്ങളുള്ളൊരു സംസ്ഥാനത്ത് നമ്മൾ ആ കുട്ടികളെ എവിടേക്കാണ് തള്ളിവിട്ടത്? അവരെ നമ്മളൊരു പ്രതീക്ഷയും ഇല്ലാതെ, ഒരു സർക്കാർ അവർക്ക് കൈകൊടുക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ തിരുവനന്തപുരത്ത് വന്ന് അവർ ഈ തെരുവിൽ കിടന്ന് അവിടെ തെരുവ് പട്ടികൾക്കും അതുപോലെ തന്നെ മഴയും മഞ്ഞും കാറ്റും ഒക്കെ അവർക്കെതിരായി നിൽക്കുമ്പോഴും അതിനെല്ലാം തരണം ചെയ്ത്, ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് അവരവിടെ ഇരിക്കുന്നത് അവരുടെ തൊഴിൽ എന്ന ഏറ്റവും വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കുക എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത യുവജന വഞ്ചനയാണ് കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷക്കാലമായി നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ഞാൻ എൻ്റെ സംഘടനാ രംഗത്ത് ഒട്ടേറെ സമയത്ത് കണ്ടിട്ടുള്ള കാര്യമാണത്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് എഫക്റ്റീവായി ചെയ്യാൻ സാധിക്കുക? ഇന്ന് VD സതീശൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് എന്തുകൊണ്ട് VD സതീശനെ കോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം ഇവരുടെയൊക്കെ രക്ഷകനാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. VD സതീശൻ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് അനധികൃത നിയമന നിരോധനമാണ് രാജ്യത്ത്, സംസ്ഥാനത്ത് നടക്കുന്നത്. അപ്പോൾ ആ സംസ്ഥാനത്ത് അനധികൃത നിയമന നിരോധനം നടക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് ലഭിക്കേണ്ട മാനുഷികമായ പരിഗണന അത് കിട്ടുന്നില്ല. അപ്പോൾ ഈ നിയമന നിരോധനത്തിന് ഇടയാക്കുന്ന എന്താണ്? പോസ്റ്റുകൾ പൂഴ്ത്തിവെക്കുക, അതായത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, അദ്ദേഹം പറയുന്ന ആ ഡയലോഗ് ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പൂഴ്ത്തിവെച്ച മുഴുവൻ പോസ്റ്റുകൾ ഞങ്ങൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യും. എന്തേ 2 മാസക്കാലമായി എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? VD സതീശൻ മറുപടി പറയണ്ടേ? ഈ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ, ഈ ഉദ്യോഗാർത്ഥികളുടെ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരമുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ അധികാരമില്ല എന്നാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരമുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? 2. മൂന്നാമത്തെ വിഷയം, VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഒരു PSC ചോദ്യപേപ്പർ കേരളത്തിനകത്ത് ചോർന്നു, ഗൗരവതരമായി ചേർന്നു. കാരണം 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള പ്രിലിംസ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോരുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോർന്നിരിക്കുന്നത്. അപ്പൊ ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് VD സതീശൻ ഇന്ന് വരെ എടുത്തത്? VD സതീശൻ മാധ്യമങ്ങളുടെ മുൻപാകെ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമന്റ് പറയാൻ തയ്യാറായില്ല. 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾ വെളിയിൽ ഈ വിഷയത്തിന്റെ പേരിൽ, ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ അവരുടെ ജീവിതം തുലാസിൽ നിൽക്കുകയാണ്. എന്ത് നിലപാടാണ് VD സതീശൻ സർക്കാർ എടുത്തത്? അതിനോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത്, VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ PSC ചെയർമാനും ഈ PSC കമ്മിറ്റിയും ഏറ്റവും വലിയ അഴിമതിക്കാരുടെ ഒരു കൂത്തരങ്ങാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. അഴിമതിക്കാരുടെ കൂത്തരങ്ങായിട്ടുള്ള ഈ PSCയെ അദ്ദേഹം അധികാരത്തിലേറി 2 മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, ഇതിന് നിയമപരമായി ഇപ്പോൾ ജാർഖണ്ഡിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, PSC ചെയർമാനെ അവിടെ ഗവർണർ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സബ്ജക്ട് ടു കറക്ഷൻ, ജാർഖണ്ഡ് എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ട്. എന്നിട്ടും ഈ ചോദ്യപേപ്പർ ഉൾപ്പെടെ ചോരുന്നത് അദ്ദേഹം പറഞ്ഞ ആ കള്ളന്റെ കീഴിലുള്ള PSCയിലാണ്. അപ്പോൾ ആ കള്ളനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് VD സതീശൻ കണ്ടെത്തിയിട്ടുള്ള ന്യായം എന്താണ്? ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യം താങ്കളുടെ ക്ലീഷേ ഡയലോഗുകളല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് മാന്യമായ പരിഗണന കിട്ടണം. അവർ പരീക്ഷയ്ക്ക് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ മാന്യമായി കയറിയിട്ട് അവർ വന്നിട്ട് നിങ്ങളുടെ തിണ്ണെ നിറങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി ഈ കേരളത്തിനകത്ത് അവസാനിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന സുവ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. വേറൊന്ന്, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ ക്രമക്കേടുകളുടെ വാർത്ത നമുക്ക് മുന്നിലേക്ക് വരികയാണ്. അവിടെ ഈ ഉന്നത സ്ഥാനങ്ങളിലേക്ക് നടത്തിയ പരീക്ഷ, ഒരെണ്ണം വളരെ വലിയ വാർത്ത, അതുമായി ബന്ധപ്പെട്ട് ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയുടെ ഏറ്റവും രസകരമായ കാര്യം, 1ാം റാങ്കുകാരൻ എഴുതാതെ വിട്ട ചോദ്യങ്ങൾ, തെറ്റിച്ച ചോദ്യങ്ങൾ, ഈ സംഭവങ്ങൾ 10 എണ്ണം വാല്യൂ ചെയ്തില്ല.
അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് വാല്യുവേഷൻ നടത്തിയത്, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. എത്ര വലിയ പാപമാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ബാക്കിയുള്ളവരുടെ എല്ലാം അവസരങ്ങൾ ഇങ്ങനെ തല്ലിക്കെടുത്തിക്കൊണ്ട്, എന്നിട്ട് ഇപ്പോൾ പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് PSC ഇതുമായി ബന്ധപ്പെട്ട് വളരെ നല്ലൊരു അന്വേഷണം നടത്തുന്നുണ്ട്, എന്തിന് അതിനെ സംശയിക്കണം, അതിനെ എന്തിന് ചോദ്യം ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള പ്രതികരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുമ്പോൾ അവർ പൂർണ്ണമായും ആ ഒരു വിഷയത്തിൽ ജാള്യത മറയ്ക്കാൻ പാടുപെടുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിനകത്ത് സത്യത്തിൽ നിങ്ങളൊരു നിഷ്പക്ഷമായി, താങ്കൾ മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ പതിറ്റാണ്ടുകളായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ, താങ്കൾ നിഷ്പക്ഷമായി ഒരു 10 വർഷം മുൻപായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇതുപോലൊരു PSC പേപ്പർ ചോർച്ച നടന്നത് എന്ന് താങ്കൾ ചിന്തിക്കുക. എന്തായിരുന്നിരിക്കും ഡിവൈഎഫ്ഐയുടെയും പിണറായി വിജയന്റെയും നിലപാട്? എന്തുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ ആയിരിക്കുമ്പോഴും ഈ പേപ്പർ ചോർച്ചയിൽ ഡിവൈഎഫ്ഐ ഒരു കോലിൽ ഒരു കൊടി കെട്ടിക്കൊണ്ട് സമരം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പിണറായി വിജയൻ ആ വിഷയത്തിൽ ഒരു മൗനം പാലിക്കുന്നു? ബാക്കി സാർവത്രികമായ മുഴുവൻ വിഷയത്തിലും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. സാർവത്രികമായ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒരു പങ്കുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ലാത്ത പല സ്ഥലങ്ങളെ കുറിച്ചും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. എന്തുകൊണ്ട് സ്വന്തം സംസ്ഥാനത്ത് താൻ 10 വർഷക്കാലം സെർവ് ചെയ്ത, അല്ലെങ്കിൽ താൻ 10 വർഷക്കാലം മുഖ്യമന്ത്രി ആയിരുന്ന കേരളത്തിനകത്ത് PSCക്കകത്ത് ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി? എന്തുകൊണ്ട്? മിസ്മാനേജ്മെന്റിന്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു മിസ്മാനേജ്മെന്റ് ഉണ്ടായി. എന്തുകൊണ്ട് സഖാവ് പിണറായി വിജയനോ ഡിവൈഎഫ്ഐ വളരെ ആവേശത്തോടു കൂടി ഡൽഹിയിലൊക്കെ പോയി സമരം ചെയ്ത് സമരനായികമാരാവാൻ നടന്നവരൊക്കെ ഉണ്ടല്ലോ, തീവണ്ടി വിളിച്ചു പോയി, തീവണ്ടി ഒന്നും വേണ്ട, ഇവിടെ താണ്ട് ബസ്സിന് കയറി കഴിഞ്ഞാൽ വന്നിറങ്ങി സമരം ചെയ്യാൻ പറ്റുള്ളൂ തിരുവനന്തപുരത്ത്. എന്റെ യൂത്ത് സെന്ററിൽ നിന്ന് ഒരു ബൈക്ക് എടുത്താൽ 50 രൂപയുടെ പെട്രോൾ തികച്ചടിക്കേണ്ട അവിടെ വരാൻ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് അവർ സമരം ചെയ്യുന്നില്ല? അവിടെ ഒരു ഒറ്റ വിഷയമാണ്. അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും യുവജന സംഘടനകൾ നട്ടല് തരാതരം പോലെ പണയം വയ്ക്കും. ആ തരാതരം പോലെ പണയം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം കിട്ടുന്ന സമയത്ത് അവരുടെ നട്ടല് ഈ അധികാരം കിട്ടിയ അധികാര സ്ഥാനങ്ങളുടെ താഴെ ഒരു പണയം വയ്ക്കും. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യമാണ്. ഇന്നലെ വരെ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി സമരം ചെയ്യാൻ ഞങ്ങളാണ് മുന്നിലെന്ന് പറഞ്ഞിരുന്ന യൂത്ത് കോൺഗ്രസിനെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സമരത്തിന്റെ മുന്നിലും നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കില്ല. കാരണം എന്താ? അവിടെ സമരം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തുപോയി പോകും. അപ്പോൾ ഗുഡ് ലിസ്റ്റിൽ ഇടം നേടാൻ, ഈ അധികാരമുള്ളവന്റെ കാൽ പിടിക്കാൻ, അതുപോലെ അധികാരമുള്ളവന്റെ മുന്നിൽ നട്ടല് പണയം വയ്ക്കുന്ന 2 യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസുമാണ് കേരളത്തിന്റെ ശാപം. കാരണം അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കേരളത്തിനകത്തുള്ള യുവാക്കളെ ഈ പറയുന്ന അധികാര വർഗത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടത് എന്ന് ഞങ്ങൾ വളരെ ഉറച്ചു തന്നെ പറയാൻ വേണ്ടിയിട്ട് നിലപാടെടുക്കും. ഇനി താങ്കൾ മുന്നോട്ട് പോകുമ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആസൂത്രണ ബോർഡിലെ ആ ഉദ്യോഗവുമായിട്ട് ബന്ധപ്പെട്ട്, ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ, എത്ര വലിയ ക്രൂരതയാണ് കേരളത്തിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികളോട്, യുവാക്കളോട്, ഉദ്യോഗാർത്ഥികളോട് ചെയ്തിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ള ഒരാളെ അകത്ത് കയറ്റാൻ വേണ്ടി, ശരി, അവൻ വിദ്യാഭ്യാസമുള്ളവനാണ്, കഴിവുള്ളവനാണ്, അവൻ എഴുതി അറ്റൻഡ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ അതിന് മാർക്ക് കൊടുത്തിട്ടാണ് കയറ്റിയത് എങ്കിൽ നമുക്കതിനെ നിസ്സാരവൽക്കരിക്കാം. പക്ഷെ അവൻ എഴുതാത്തതിന്റെ പേരിൽ, അവൻ ഉത്തരം അറിഞ്ഞുകൂടാത്തതിന്റെ പേരിൽ, അവൻ എഴുതി തെറ്റിച്ചതിന്റെ പേരിൽ 10 ചോദ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അവസരം നഷ്ടപ്പെട്ടത് ആരുടെയാണ്? പിണറായി വിജയന്റെ വീട്ടിലെ ആരുടെയും അവസരം നഷ്ടപ്പെട്ടില്ല. ഡിവൈഎഫ്ഐയുടെ വസീഫിന്റെയും അതുപോലെ തന്നെ റഹീമിന്റെയും ഒന്നും വീട്ടിലെ ആരുടെയും അവസരം നഷ്ടപ്പെട്ടില്ല. ഈ നാട്ടിൽ സാധാരണക്കാരനായ കൂലിപ്പണിക്കാരന്റെ, ഈ നാട്ടിലെ അധ്വാനിക്കുന്ന വിഭാഗത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് പഠിച്ച് ഈ റാങ്ക് ലിസ്റ്റിനകത്ത് കയറാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ അവന്റെ കട്ടക്കലല്ലേ കത്തിവെച്ചത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഈ നാട്ടിൽ വന്നിരുന്നിട്ട് നിങ്ങൾ യുവജന പ്രേമം പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ നാട്ടിൽ വന്ന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ മുഖത്ത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ കറ കളഞ്ഞ യുവജന വഞ്ചകരാണെന്ന്. ഇതിൽ യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് സമരം ചെയ്യാത്തത്? യൂത്ത് കോൺഗ്രസ് നിലപാടെടുക്കാത്തതിന്റെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ, ഈ HST റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികളുടെ, ശബരിനാഥൻ അടക്കമുള്ളവർ ഈ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ ഈ പറയുന്ന സമരപന്തലിൽ ഭരണം കിട്ടുന്നതിന് മുൻപ് വന്ന് കണ്ടിട്ട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം പരിഹരിക്കും. എന്തേ പരിഹരിക്കാത്തത്? ഞങ്ങൾ അത്ര ചോദിക്കുന്നു. അല്ല, ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല PSCയെ, അതിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. വിശ്വാസ്യത എവിടെ PSCക്ക്? ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് OMR ഷീറ്റ് വീട്ടിൽ കൊണ്ടുപോയി എഴുതിക്കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് 2016 CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ കത്തിക്കുത്ത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നില്ലായിരുന്നെങ്കിൽ താങ്കൾ ഞാനും വിശ്വസിക്കുമായിരുന്നു ഈ കാര്യം? താങ്കൾ ഞാൻ വിശ്വസിക്കും. ഈ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് വിശ്വസിക്കുമായിരുന്നു? അന്ന് പോലീസ് ശിവരഞ്ജിത്തിന്റെ വീട്ടിലേക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അയാളെ കണ്ടെത്താൻ വേണ്ടി പോയി, ആ ശിവരഞ്ജിത്തിന്റെ വീട്ടിനകത്ത് അവർ സെർച്ച് ചെയ്യുമ്പോൾ ശിവരഞ്ജിത്തിന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നത് കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യത ഉണ്ട് എന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ചിരുന്ന PSCയുടെ ഉത്തരക്കടലാസുകളാണെന്ന്. ചോദ്യപേപ്പർ അല്ല, ഉത്തരക്കടലാസുകൾ.
അപ്പൊ നിങ്ങൾ നോക്കൂ എത്രത്തോളം ഭയാനകമായിട്ടാണ്, എത്രത്തോളം നീചമായിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സമൂഹത്തെ ഇവർ വഞ്ചിച്ചത്. എന്നിട്ട് അവർ പറയാണ് ഞങ്ങളെല്ലാം വെള്ളരിപ്രാവിന്റെ മനസ്സുള്ളവരാണെന്ന് പറഞ്ഞാൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അപ്പൊ ഞാൻ ചോദിച്ചത് ആസൂത്രണ ബോർഡിലെ മാത്രമല്ല, ഈ പറഞ്ഞ വിഷയം മാത്രമല്ല, ഈ സമയത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ PSC നടത്തിയിട്ടുള്ള മുഴുവൻ, ഇപ്പോ SITക്ക് മുന്നിൽ 90 പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പരാതി കൊടുത്തിരിക്കുന്നത്. 90, 1, 2 അല്ല, 90 എണ്ണം. നിങ്ങൾ നോക്കൂ. അപ്പൊ ഈ പരീക്ഷകളിലെല്ലാം ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടുള്ള ഏത് പരീക്ഷയിലാണ് മാന്യമായി PSC ഇടപെട്ടിട്ടുള്ള? ആ PSCയിൽ ഞങ്ങൾ വിശ്വാസ്യത ഉണ്ട് എന്ന് ഞങ്ങൾ പറയണോ? ആ PSCയെ ഞങ്ങൾ വിശ്വസിക്കണോ? കേരളത്തിലെ യുവാക്കൾ വിശ്വസിക്കണോ? കേരളത്തിലെ ഉദ്യോഗാർത്ഥി സമൂഹം വിശ്വസിക്കണോ? അങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഉദ്യോഗാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ തെളിവ് സഹിതം നിരത്തണം. ഞങ്ങൾ കണ്ട ശിവരഞ്ജിത്തിന്റെ വീട്ടിന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് എടുത്തിട്ടുള്ള OMR പേപ്പർ ഈ PSCയുടെ അല്ലാന്ന് നിങ്ങൾ സമ്മതിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം നിരത്തണം. ഇപ്പൊ SIT പറയുന്നത് പോലെ ആസൂത്രണ ബോർഡിൽ 10 ചോദ്യങ്ങൾ അയാൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടോ തെറ്റിച്ചതോ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് മാറ്റിവെച്ചത് എന്ത് സത്യസന്ധതയോടെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഈ പാവപ്പെട്ട വിദ്യാർത്ഥി സമൂഹം ഉണ്ടല്ലോ ചേട്ടാ, ഇതിൽ നിൽക്കുന്ന പലരുടെയും വീടുകളിൽ നിങ്ങൾ പലരെയും കുറിച്ച് നിങ്ങളൊന്ന് വ്യക്തിപരമായിട്ട് അന്വേഷിക്കുക. മാധ്യമങ്ങൾ പലരും അന്വേഷിക്കുന്നത് നല്ല കാര്യമാണ്, ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അന്വേഷിക്കുക. ആ അന്വേഷിക്കുന്ന സമയത്ത് പലരുടെയും വീടുകളിൽ സ്വന്തമായി ഒരു കിടപ്പാടമില്ലാത്തവനാണ് അവിടെ വന്ന് സമരം ചെയ്യുന്നത്. സ്വന്തമായി ഈ പറയുന്ന 20, 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം അൺഎയ്ഡഡ് സ്കൂളിലെ മാനേജർക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ജോലിയിൽ കയറാൻ സാധിക്കുന്നവരെല്ലാം ആ വഴിക്ക് ജോലിയിൽ കയറി. അതിന് സാധിക്കാത്ത സാധാരണപ്പെട്ട ആളുകൾ, ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ചെങ്കൊടിയും കോൺഗ്രസിന്റെ ത്രിവർണ്ണ കൈപ്പത്തിയുള്ള ത്രിവർണ്ണ പതാകയും ഒക്കെ പിടിച്ചു നടന്നവർ തന്നെയാണ്, അവരുടെയൊക്കെ വീട്ടിലെ മക്കൾ തന്നെയാണ് 70 വർഷത്തെ നിങ്ങളുടെ ഭരണത്തിന്റെ ദൗർബല്യം കാരണം ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്. അപ്പൊ അത്തരം വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് എന്ത് അനുകമ്പയാണുള്ളത്? നിങ്ങൾക്ക് ലോങ് സൈറ്റ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ലോങ് സൈറ്റാ. ഇവിടെ നിന്നുകൊണ്ട് ഡൽഹിയിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രശ്നം കാണുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ മൂക്കിന്റെ താഴെയുള്ള ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം കാണാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സ്വന്തം മകളെ കേരളത്തിലെ ഏറ്റവും നല്ല ബിസിനസ്സുകാരിയാക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ സഖാവ് പിണറായി വിജയന് ഈ പറയുന്ന കേരളത്തിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികളെയും യുവാക്കളെയും അവർക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല? കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനകത്ത് നിങ്ങൾ നോക്കൂ, ഇന്ന് കേരളത്തിലെ 1.5 ലക്ഷം യുവാക്കൾക്കുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് 1.5 ലക്ഷം പാർട്ടി നിയമനം നടത്തിയ പാർട്ടിയാണ് CPIM. കേരളത്തിലെ ഏറ്റവും വലിയ യുവജന വഞ്ചകനാണ് കേരളത്തിലെ CPIM-ഉം DYFI-യും. കേരളത്തിലെ ഏറ്റവും വലിയ യുവജന വഞ്ചനയ്ക്ക് കൂട്ടുനിന്നവരാണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും. ആ നിലപാട് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇത് രാഷ്ട്രീയമായാണ് പറയുന്നത് താങ്കൾക്ക് പറയാൻ സാധിക്കും? ഒരു കാലത്തിലും പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ 70 വർഷത്തെ ഇവരുടെ കുത്തഴിഞ്ഞ ഭരണത്തിന്റെ, ഇവരുടെ നെറികെട്ട ഭരണത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന കുട്ടികളെല്ലാം, അല്ലേ? ഈ കുട്ടികൾക്ക് ഇനി നാളെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഞാൻ അതിനെ വേറൊരു ക്ലാസിഫിക്കേഷനിൽ പറയാം, അതായത് PSC ശരി എല്ലാവർക്കും ജോലി കൊടുക്കാൻ PSCക്ക് സാധിക്കില്ല എന്നുള്ള മറുവാദമാണല്ലോ ഇവിടെ നിന്ന് വരുന്നത്. ശരി, നിങ്ങൾ കേരളത്തിനകത്ത് കൊണ്ടുവന്ന നല്ല സംരംഭങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് പണിയെടുക്കാൻ പറ്റുന്ന നല്ല സംരംഭങ്ങൾ, നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ള സംരംഭങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരുത്തൻ അവന്റെ ജീവിതകാലം മുഴുവൻ ദുബായിലും മണലാരണ്യത്തിലും കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് ചോര വേർപ്പാക്കി കൊണ്ടുവന്ന പണം അവൻ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്നെങ്കിൽ അവൻ ഒരുപടി കയറിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ CIT-കാരന്റെ തല്ലുകൊള്ളേണ്ടി വരും. ഈ അവസ്ഥയിൽ നിന്ന് കേരളം മോചിക്കപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കിറ്റക്സിന്റെ എത്രായിരം കോടി രൂപയാണ് ഇന്ന് തെലങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കേരളത്തിലെ യുവാക്കളെ പരിഗണിക്കാത്ത ഒരു സർക്കാരും കേരളത്തിലെ യുവാക്കളെ കുറിച്ച് യാതൊരു മൂല്യവും ഇല്ലാത്തൊരു സർക്കാരുകളാണ് കഴിഞ്ഞ 70 വർഷക്കാലം ഈ സംസ്ഥാനത്തെ ഭരിച്ചത് എന്നുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഒരു തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾ ആ നിലപാടിൽ തന്നെ ഉറച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും PSC-യുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ വാർത്തകൾ, അതുപോലെ തന്നെ ക്രമക്കേടിൻ്റെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ അത് നമുക്കാകെ വലിയ ആഘാതം തന്നെയാണ്. നമ്മുടെ വലിയ പ്രതീക്ഷയാണല്ലോ PSC എന്ന് പറയുന്നത്, ആ വലിയ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വലിയ ഒരു പ്രതീക്ഷയുടെ പ്രതീകം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ തെറ്റ് ചെയ്തവൻ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കഴിഞ്ഞ 5 വർഷവും ശക്തമായ രീതിയിൽ ക്രമക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്തിയ VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. PSC-യുടെ കളങ്കം കഴുകിക്കളയുവാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടോ? ആ ഒരു നിലപാടുകളുടെ രാജകുമാരൻ എന്ന പേര് നിലനിർത്തുവാൻ അതുകൂടി അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നമുക്ക് മുന്നിലേക്ക് വരാതിരിക്കുവാൻ, പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ ക്രമക്കേടുകൾ അവസാനിക്കുവാൻ, യുവതലമുറയുടെ പ്രതീക്ഷ നശിക്കാതിരിക്കുവാൻ അത് ചെയ്തേ തീരൂ. തെറ്റ് ചെയ്തവൻ ഇപ്പോൾ നിന്ന് പ്രസംഗം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. PSC-യുടെ ഭാഗത്ത് നിന്ന് ക്രമക്കേടുണ്ടായി എന്നുള്ള കാര്യത്തിൽ അത് സംശയമന്യേ
തെളിയിക്കപ്പെട്ടിട്ടുണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയത്തിൽ ഇനി സൈബർ സഖാക്കളെ നിരത്തി പ്രതിരോധിച്ചാലും ഒപ്പം തന്നെ ഏതു തരത്തിലുള്ള വിശദീകരണം നൽകിയാലും ജനങ്ങൾ അത് മുഖവിലക്കെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. അത് ഇപ്പോൾ നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക. നാളെ വീണ്ടും ശക്തമായ പ്രതിഷേധമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി, അതിനപ്പുറത്തേക്കുള്ള തിരിച്ചടി അവർ നൽകും. അത് ഉറപ്പ്, കട്ടായം. ജനങ്ങളത് ഒരുമിച്ച് തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയമായി ഇതിനെ എതിരിടുവാനുള്ള ആർജവം പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് ഉണ്ടാകണം. വളരെയധികം നന്ദി ശ്രീ നന്ദു, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.